അടിച്ചുകയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. നീ ഷാനുവാണെന്ന് നിനക്ക് ഉറപ്പല്ലേ? ആരാണെന്ന് ആർക്കും ഉറപ്പില്ലാത്ത ഈ ഭൂമിയിൽ എനിക്ക് മാത്രം ഉറപ്പുണ്ട് ഞാൻ ആരാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മോളോട് പറ, അവളുടെ വയറ്റിലൊന്ന് കൈവച്ച് പറയാൻ. ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലെന്ന്, ഈ ഷാനു അല്ലെന്ന്. ഇപ്പൊ വിശ്വാസമായല്ലോ. ഇനിയാണ് കളി മുറുകാൻ പോകുന്നത്. ഇതുവരെ ഫാത്തിമ ശൂന്യതയിൽ നിന്ന് ഭസ്മം എടുത്തോണ്ടിരുന്നേ. ഇനി അങ്ങോട്ട് ഈ മണ്ണിൽ ചവിട്ടി നിന്ന് അത്ഭുതങ്ങൾ കാണിക്കും. താങ്ങില്ല കളക്ടറെ നിങ്ങള്. അതിന് ഇയാളെന്തിനാ ചിരിക്കുന്നത്? ഭീഷണിപ്പെടുത്തുമ്പം പേടിക്കല്ലേ വേണ്ടത്? അതെ, ചെയ്യാം. അത് ഞാൻ നോക്കുന്നുണ്ട്. അത് സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താ പൂജ? എന്താ പൂജ? എനിക്ക് ദത്തേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഈ വന്നിരിക്കുന്നത് യഥാർത്ഥ ഷാനു അല്ല. പിന്നെ? ഷാനുവുമായിട്ട് മുഖസാദൃശ്യമുള്ള മറ്റാരോ ഒരാൾ. ഷാനുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇയാള് ഷാനു അല്ല. ഈ നന്നായി അറിയാന്ന് പറയുമ്പോ അയാൾ ആരോപിക്കുന്ന പോലെ എന്തെങ്കിലും അർത്ഥം അതിനുണ്ടോ? എന്താ, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ മറുപടി പറയാൻ ഇത്ര താമസം? ഞാനും ആദ്യം ഷാനുവും ഒരുമിച്ച് പഠിച്ചു തരാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിനപ്പുറം നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല? ഉണ്ട്. ഷാനുവിന് എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ പൂജ സ്നേഹിച്ചത് ആദ്യമായിരുന്നു അല്ലേ? എന്താ ഇവിടെ? ഒന്നുമില്ല, ഞങ്ങളിവിടെ ഓരോന്ന് സംസാരിക്കായിരുന്നു. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ കേൾക്കാവുന്ന കാര്യം മാത്രം നിങ്ങൾ സംസാരിച്ചാൽ മതി. ആമി, എന്താ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അറിയാത്ത ഒരു സംസാരവും നിങ്ങൾ തമ്മിൽ വേണ്ടെന്ന്. നീ എന്തറിഞ്ഞിട്ട് ആമി പറയുന്നേ? അറിഞ്ഞെടുത്തോളൊക്കെ മതി. ഇതുവരെ ഞാൻ അറിയാത്ത ഒരു സംസാരവും നിങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? പെട്ടെന്ന് വേണ്ടി വന്നു. അത് ഈ വീട്ടിൽ നടക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആമി. അതെ, ആമി. ആത്മജ. ആത്മജ ഉമാദത്തൻ, നിങ്ങളുടെ ഭാര്യ. എന്താ സംശയം വല്ലതുണ്ടോ? പൂജ, നിനക്കിത് എന്താ പറ്റിയത് ആമി? ഒന്നും പറ്റാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. ആമി, മേലിൽ ദത്തേട്ടൻ ഒറ്റയ്ക്ക് അവളെ കാണരുത്. നന്നായി, വളരെ നന്നായി. ദേ, മുളയിലെ ഇത് നുള്ളിയില്ലെങ്കിൽ വൻമരമായി വളരും. പിന്നെ ചിലപ്പോ കോടാലി പോലും പറ്റിയെന്ന് വരില്ല. വല്ല JCB കൊണ്ടൊന്ന് വേരോടെ പിഴുതെറിയേണ്ടി വരും. എന്നാലും പാടാം. ദേ, എന്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് ഞാൻ പറയുക, ഈ ആണുങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. അവർ ചെളി കണ്ടാൽ ചവിട്ടും, വെള്ളം കണ്ടാൽ കഴുകും. അത് IPS-കാരനാണെങ്കിലും കോൺസ്റ്റബിൾ ആണെങ്കിലും. ആണുങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതേ അങ്ങനെയാ. അവർക്ക് ഇക്കാര്യത്തിൽ ഒരു കുറ്റബോധം ഉണ്ടാവില്ല മോളെ. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾക്കതല്ല. നമ്മൾ ഓരോ നിമിഷവും സൂക്ഷിച്ചും കണ്ടാ ജീവിക്കുന്നേ. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ വലിയ മഹാഭാവമാ. ദേ, പിന്നെ ഞാൻ പറയുന്നോട്ട് മോൾക്കൊന്നും തോന്നല്ല. ആ പെണ്ണ് മോളേക്കാ ചെറുപ്പമാ. പോരാത്തതിന് എന്തിനും പോന്നവളും. അവൾക്കങ്ങനെ ചേട്ടനും അനിയൊന്നൊന്നുമില്ല അല്ലേ? അവൾക്ക് എത്ര തൊലിക്കട്ടി ഉണ്ടായിട്ടാ? ഏതോ കടപ്പുറത്തുകാരന്റെ കൊച്ചിനെയും വയറ്റിലിട്ട് ഈ തറവാട്ടിൽ കേറിപ്പറ്റി നമ്മളെ ഇത്രയും പേരെ ഇത്രയും കാലം പറ്റിച്ച് പാവം ആദിക്കുട്ടിനെ പോലും വഞ്ചിച്ച് ഇവിടെ ഇങ്ങനെ തലയുയർത്തി പിടിച്ച് ജീവിക്കാൻ കഴിയുന്നേ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ഭൂലോക കള്ളിയെ ഇതുവരെ കണ്ടിട്ടില്ല. അവൾ എന്ത് ചെയ്യാൻ മടിക്കത്തില്ല മോളെ.
പിന്നെ കടപ്പുറത്തുകാരനെക്കാട്ടിൽ മുകളിലാണ് ആദ്യക്കുട്ടെന്ന് കണ്ടപ്പോ അവള് മറുകണ്ടം ചാടി. നാളെ ചിലപ്പോ അതിലും കേമൻ ഈ IPS കാരനാണെന്ന് തോന്നിയാൽ ഒരു ദയമില്ലാതെ അവള് നമ്മുടെ ദത്തസാറിനെ വല വീശിപ്പിടിക്കും. ഇപ്പോഴത്തെ പെമ്പിള്ളാർക്കൊന്നും പാതിവൃത്തത്തിന്റെ ചാരിത്രശുദ്ധിയുടെ അർത്ഥം പോലും അറിയില്ല. മോള് മൊബൈൽ ഫോണിൽ വരുന്ന വാർത്തകളൊന്നും കാണാറില്ലേ? വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. ആരും ആരെയും ചതിക്കും. സൂക്ഷിക്കണം മോളെ, സ്വന്തം നിഴലിനെ പോലും നമ്മൾ സൂക്ഷിക്കണം. ചേച്ചി ഞാനിനി എന്താ ചെയ്യാൻ ഒന്നേ ഉള്ളൂ, അവളെ കൊന്നിട്ടാണെങ്കിലും ശരി ആദിക്കുട്ടനെയും ദത്തൻ സാറിനെയും രക്ഷിക്കുക. മോള് വിഷമിക്കണ്ട, എന്തിനും ഏതിനും ഈ ഗോമതി ചേച്ചി കൂടെയുണ്ട്. എന്താ നീ തീരുമാനം എടുത്തോ? അപ്പൊ എങ്ങനെയാ എന്റെ കൂടെ നിൽക്കല്ലേ? നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ അന്നേ പറഞ്ഞല്ലോ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്ത് കണ്ടീഷൻ? ഞാൻ ചോദിക്കുന്ന എന്തും തരാന്ന് ആന്റി സമ്മതിച്ചിട്ടുണ്ട്. അത് പണമോ സ്വത്തോ എന്തോ ആവാം. പക്ഷെ എനിക്ക് വേണ്ടത് അതിലും വലിയ സ്വത്താണ്. തിരിച്ചറിവുണ്ടായ കാലം മുതൽ ഞാൻ മോഹിച്ച സ്വത്ത്, പൂജ. ആന്റിയെങ്കിലും മാത്രമല്ല, എന്റെ മുത്തശ്ശി പോലും എന്നെ പറഞ്ഞു മോഹിപ്പിച്ച ആ സ്വത്ത്. നീ എന്താടാ ഇങ്ങനെ? എങ്ങനെ? ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവർക്ക് മാത്രമേ നഷ്ടപ്പെട്ടതിന്റെ പിടച്ചിലറിയൂ. ഞാൻ എങ്ങനെയൊക്കെ ആശ്വസിച്ചിട്ടും എന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. എടാ, അവൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയല്ലേ? അതെന്റെ വിഷയമല്ല. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വേറെ ആളുടെ അല്ലേ? അപ്പൊ തോന്നാത്ത മൊറാലിറ്റി എന്താ ഇപ്പോ? അവനൊരു നീതി, എനിക്കും മറ്റൊന്ന്, അല്ലേ? ജീവ, നീ വെറുതെ കഴിഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നീ എന്റെ കൂടെ നിന്നാ നിനക്ക് ഞാൻ ന്യായമായ പ്രതിഫലം തരും. നാണമില്ല നിനക്ക് ഒരു തേർഡ് റേറ്റ് ഗുണ്ടയോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കാൻ? അങ്ങനെയുള്ള കോംപ്ലക്സ് ഒന്നും നിനക്ക് വേണ്ട. നീ എന്റെ രക്തമായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സഹായം നിന്നോട് ചോദിച്ചത്. എന്ത് സഹായം? സ്വന്തം ചങ്ക് പറിച്ചു തന്നിട്ടാണോ ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? അവനവളെ കെട്ടിയിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലല്ലോ. ഇനിയിപ്പോ ആയാൽ തന്നെ എന്താ? 10-25 വർഷം പഴക്കമുള്ള ബന്ധം പോലും പലരും അർത്ഥം വേണ്ടി കളയുന്നില്ലേ? വേറെ ജീവിതം തേടി പോകുന്നില്ലേ? ഇതൊന്നും ഈ നാട്ടിൽ സംഭവിക്കാത്തല്ലോ.